കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. ഇഗ്നോ ഫോക്കസ് 5.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BSOC 107 BA സോഷ്യോളജിയുടെ പേപ്പറാണ്. BSOC 107 എന്ന് പറയുന്ന പേപ്പർ സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന പേപ്പറാണ്. സോ ഇതിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുന്ന സ്ഥിതിക്ക് തന്നെ പാസ്റ്റ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമുക്ക് ഒരു വളരെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളത്. നമ്മളിവിടെ ജൂൺ 2022 മുതൽ ജൂൺ 2025 മുതലുള്ള പേപ്പേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസുകൾ, റെക്കറിംഗ് ആയിട്ട് വരുന്ന തീംസുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് വരുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിങ്ങിനകത്ത് ബ്ലോക്ക് വൈസ് നമ്മൾ നോക്കുന്നുണ്ട്, യൂണിറ്റ് വൈസ് നോക്കുന്നുണ്ട്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കോർ കോൺസെപ്റ്റുകൾ, ഇപ്പോൾ സെക്സ്, ജെൻഡർ, മസ്കുലിനിറ്റി, എംബോഡിമെന്റ്, ഇന്റർസെക്ഷനാലിറ്റി, ഫാമിലി, വർക്ക്, ഡെവലപ്മെന്റ്, റെസിസ്റ്റൻസ്, സെക്ഷൽ വയലൻസ്, വുമൺ ആൻഡ് ക്യൂർ മൂവ്മെന്റ്സ്, ഇതുപോലുള്ള സിലബസ് മാപ്പിംഗ് ക്വസ്റ്റ്യൻസുകൾ നോക്കും. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കും. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അതിനകത്ത് തീമാറ്റിക് ക്ലസ്റ്റർ ടൈപ്പ്, ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഫ്രെയിമിംഗ് സ്റ്റൈൽസുകൾ നോക്കും. 2022 മുതലുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂസ് നോക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ജെൻഡർ സോഷ്യലൈസേഷൻ, മസ്കുലിനിറ്റി, വയലൻസ്, ഹർസിൽസ് ആൻഡ് സറ്റേഴ്സ്, എംബോഡിമെന്റ്, അതേപോലെ തന്നെ കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, ഇന്റർസെക്ഷനാലിറ്റി, ഡിവിഷൻ ഓഫ് ലേബർ, ഇൻഹെറിറ്റന്റ് ലോസ്, സെക്ഷൽ വയലൻസ്, വുമൺ ആൻഡ് ക്യൂർ മൂവ്മെന്റ്സ്, ഇതുപോലുള്ള റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് വരുന്നുണ്ട്. ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലൂടെ ഡിസംബർ 2025 വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പേഴ്സുകൾ നമ്മൾ നോക്കുന്നുണ്ട്. അതായത് ഇതുപോലുള്ള മാർക്കിംഗ് സ്കീമുകളും പാറ്റേൺസും മനസ്സിലാക്കാൻ, അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സും അതിന്റെ മാർക്കിംഗ് സ്കീമുകളും നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇതിന്റെ മെത്തഡോളജി കോൾ ഔട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ടോപ്പിക്സുകളും അനലൈസ് ചെയ്യുന്നുണ്ട്. സോ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് വിത്ത് എക്സാം റെലവൻസ് നോക്കുന്ന സമയത്ത് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സുകൾ എന്ന് പറയുമ്പോൾ 10 കൂടുതൽ തവണ വന്നിട്ടുള്ള ടോപ്പിക്സുകളായിരിക്കും. മീഡിയം എന്ന് പറയുമ്പോൾ ഒരു 5 to 9% വരുന്ന ടോപ്പിക്കുകളാണ്. അതേപോലെ തന്നെ 5ന് ബിലോ ആണെങ്കിൽ അത് ലോ ആണ്. അപ്പൊ ഈ യൂണിറ്റ് ടോപ്പിക്കും അപ്പിയറൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ യൂണിറ്റ് 1 വന്നിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ ഉണ്ട്. ഒരു തവണ മാത്രമേ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ചോദിച്ചിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, കോൺസെപ്റ്റ് ഓഫ് ജെൻഡർ, ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, അതേപോലെ തന്നെ ജെൻഡർ സോഷ്യലൈസേഷൻ, റീപ്രൊഡ്യൂസ് സ്ട്രക്ചർ പോലുള്ള ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ ഈ പറയുന്ന യൂണിറ്റ് 1 നിന്ന് വന്നിട്ടുള്ള മറ്റുള്ള ടോപ്പിക്കുകളാണ് ജെൻഡർ സോഷ്യലൈസേഷൻ, ഗേൾസ് ഇൻ ഇന്ത്യ, അത് ഒരു തവണ വന്നിട്ടുണ്ട്. ജെൻഡർ ആൻഡ് ബയോളജി, ജെൻഡർ ആസ് എ ഹൈറാർക്കി, പാട്രിയാർക്കിക്കൽ കൺട്രോൾ, സെക്സ് വേഴ്സസ് ജെൻഡർ, സോഷ്യൽ കൺസ്ട്രക്ഷൻസ്. അതേപോലെ തന്നെ 2 യൂണിറ്റിനകത്ത് വന്നിട്ടുള്ളതാണ് സെക്സ് വേഴ്സസ് masculinity and violence, futures and reproduction of masculinity, അതേപോലെ തന്നെ hegemonic masculinity as a homophobia, production and reproduction of masculinity, Husserl, body and embodiment, a body and embodiment in general ചോദിച്ചിട്ടുണ്ട്, body embodiment practice ചോദിച്ചിട്ടുണ്ട്, satires, body and intersubjectivity എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 4 യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇന്റർസെക്ഷനാലിറ്റി ഇൻ ഇന്ത്യ, കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, 2 തവണ വന്നിട്ടുണ്ട്. പോസ്റ്റ് സ്ട്രക്ചറൽസ് അപ്രോച്ച് ടു ദ ഇന്റർസെക്ഷനാലിറ്റി 2 തവണ വന്നിട്ടുണ്ട്. ഇന്റർസെക്ഷനാലിറ്റി ആൻഡ് ഐഡന്റിറ്റി ഫോർമേഷൻ 1 തവണ വന്നിട്ടുണ്ട്. ഫാമിലി ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് 5ാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ളതാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, 2 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിന്ദു വുമൺ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം 1956 ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോംസ് ഓഫ് ഫാമിലി ആൻഡ് മാർജിനലൈസേഷൻ, വുമൺ മാർജിനലൈസേഷൻ 1 തവണ വന്നിട്ടുണ്ട്. മുസ്ലിം പ്രോപ്പർട്ടി റൈറ്റ്സ് 1 തവണ വന്നിട്ടുണ്ട്. സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ഇന്ത്യ 1 തവണ വന്നിട്ടുണ്ട്. സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സബോർഡിനേഷൻ 1 തവണ വന്നിട്ടുണ്ട്. ഗ്ലോബലൈസേഷൻ ആൻഡ് വുമൺ വർക്ക് പാർട്ടിസിപ്പേഷൻ 2 തവണ വന്നിട്ടുണ്ട്. കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് വർക്ക് 1 തവണ വന്നിട്ടുണ്ട്. വർക്ക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ജെൻഡർ
ഇക്വാളിറ്റി ഒരു തവണ വന്നിട്ടുണ്ട്. ജെൻഡർ പാർട്ടിസിപ്പേഷൻ, ലേബർ ആൻഡ് ഡെവലപ്മെന്റ് അത് 7ാമത്തെ യൂണിറ്റിനകത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. അത് ഒരു തവണയാണ് അത് വന്നിട്ടുള്ളത്. സോ 7ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള മറ്റുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ വുമൺ ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ സ്റ്റാറ്റസ് ഒരു തവണ വന്നിട്ടുണ്ട്. വുമൺ ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യൻ സെനാരിയോ ഒരു തവണ വന്നിട്ടുണ്ട്. വുമൺ എംപവർമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പോളിസി ഒരു തവണ വന്നിട്ടുണ്ട്. ഇപ്പൊ 8ാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ളതാണ് വുമൺ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് സബോർഡിനേഷൻ ഒരു തവണ വന്നിട്ടുണ്ട്. വുമൺ റെസിസ്റ്റൻസ് ഫോംസ് ഓഫ് റെസിസ്റ്റൻസ് ഒരു തവണ വന്നിട്ടുണ്ട്. വുമൺ സബോർഡിനേഷൻ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു തവണ വന്നിട്ടുണ്ട്. 9ാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ളതാണ് ലീഗൽ മെഷേഴ്സ് അഗൈൻസ്റ്റ് സെക്ഷൽ വയലൻസ് ഒരു തവണ വന്നിട്ടുണ്ട്. സെക്ഷൽ വയലൻസ് കോൺസിക്വൻസ് ഒരു തവണ വന്നിട്ടുണ്ട്. സെക്ഷൽ വയലൻസ് ഫാക്ടേഴ്സ് ആൻഡ് റെമഡീസ് ഒരു തവണ വന്നിട്ടുണ്ട്. സെക്ഷൽ വയലൻസ് മീനിങ് ഒരു തവണ വന്നിട്ടുണ്ട്. സെക്ഷൽ വയലൻസ് മീനിങ് ആൻഡ് ഫോംസ് ഒരു തവണ വന്നിട്ടുണ്ട്. 10ാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ളതാണ് വുമൺ ഇൻ ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ഒരു തവണ വന്നിട്ടുണ്ട്. വുമൺ ഇൻ ഗാന്ധിയൻ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഒരു തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 10ാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ളതാണ് വുമൺ റിഫോം മൂവ്മെന്റ്സ് കൊളോണിയൽ ഒരു തവണ വന്നിട്ടുണ്ട്. വുമൺ സോഷ്യൽ റിഫോമേഴ്സ് കൊളോണിയൽ ഒരു തവണ വന്നിട്ടുണ്ട്. കണ്ടംപററി വുമൺ മൂവ്മെന്റ്സ് ഇഷ്യൂസ് ഒരു തവണ വന്നിട്ടുണ്ട് 11ാമത്തെ യൂണിറ്റിൽ. 12ാമത്തെ ഇതിനകത്ത് വന്നിട്ടുള്ളതാണ് ഡൈവേഴ്സിറ്റി ഓഫ് സെക്ഷൽ ഐഡന്റിറ്റീസ് ഇന്ത്യ ആൻഡ് ഹിസ്റ്ററി ഒരു തവണ വന്നിട്ടുണ്ട്. ക്യൂർ മൂവ്മെന്റ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു തവണ വന്നിട്ടുണ്ട്. ക്യൂർ മൂവ്മെന്റ്സ് സ്ട്രാൻഡ്സ് ഒരു തവണ വന്നിട്ടുണ്ട്. സോ അതിന്റെ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് വൈ ആക്സിസിനകത്ത് കൊടുത്തിട്ടുള്ളത് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ജൂൺ 2022 മുതൽ 2025 വരെ ചോദിച്ചിട്ടുള്ളതാണ്. എക്സ് ആക്സിസിനകത്ത് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 to 12 വന്നിട്ടുള്ള യൂണിറ്റ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതിന്റെ ഹീറ്റ് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഡാർക്കർ കളർ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സുകളാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇതിന്റെ റോസ് വൈസ് നമ്മൾ നോക്കുമ്പോൾ യൂണിറ്റ് 1 to 12 എന്ന് പറഞ്ഞിട്ട് കോളംസ്, അതായത് 2022 മുതൽ 2026 വരെ 2006 വരെയും അതേപോലെ തന്നെ 2022 12 ക്വസ്റ്റ്യനും 2023 6 ക്വസ്റ്റ്യനും 2023 12 ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന യൂണിറ്റ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് 1 ജെൻഡർ കോൺസെപ്റ്റ് ആൻഡ് സോഷ്യലൈസേഷൻ, യൂണിറ്റ് 2 മസ്കുലിനിറ്റി, യൂണിറ്റ് 5 6 ഫാമിലി വർക്ക്, യൂണിറ്റ് 9 സെക്ഷൽ വയലൻസ്, യൂണിറ്റ് 10 മൂവ്മെന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എക്സാമിന്. സോ ഇതിന്റെ കീ ഇൻസൈറ്റ്സ് ബോക്സ് നോക്കുമ്പോൾ യൂണിറ്റ് 1 and 5 അതായത് ബ്രോഡ് കോൺസെപ്ച്വൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കവറേജ് ആണ് കൂടുതലായിട്ട് ലോങ് ആൻഡ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നത്. യൂണിറ്റ് 2 മസ്കുലിനിറ്റി, ഹെജ്മോണിക് വയലൻസ് ആൻഡ് ഹോമോഫോമിയ പോലുള്ള ടോപ്പിക്സുകളുടെ ഡെഫിനിഷനും അതേപോലെ തന്നെ അപ്ലൈഡ് അപ്രോച്ചും വരുന്നുണ്ട്. അതേപോലെ തന്നെ ടോപ്പിക് 3 എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഗ്ലോബലൈസേഷൻ, വുമൺ വർക്ക് പാർട്ടിസിപ്പേഷൻ, പോസ്റ്റ് സ്ട്രക്ചറൽ അപ്രോച്ച് ദ ഇന്റർസെക്ഷനാലിറ്റി, ഫാമിലി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫെമിനിസ്റ്റ് പെർസ്പെക്ടീവ് 2 തവണ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് നോക്കുന്നത്. ടിപ്പിക്കൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടേഷൻ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനാണ്. കോൺസെപ്ച്വൽ ഡെഫിനിഷൻ ടൈപ്പ് ഓഫ് എസ്സേസ് വരുന്നുണ്ട്. ഇപ്പൊ സെക്സ്, ജെൻഡർ, മീനിങ് ഓഫ് ബോഡി ആൻഡ് സെക്ഷൽ വയലൻസ് പോലുള്ള ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ തിയറട്ടിക്കൽ ഫേം ബ്രേക്ക് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഹസിൽസ് ആൻഡ് സറ്റയർ, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഹെജ്മോണിക് മസ്കുലിനിറ്റി പോലുള്ളത്. അതേപോലെ തന്നെ അപ്ലൈഡ് ആൻഡ് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഹിന്ദു സക്സഷൻ ആക്ട്, അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ആൻഡ് വർക്ക്, ലീഗൽ മെഷേഴ്സ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്ലൈഡ് പോളിസി ലീഗൽ എസ്സേയിൽ വരുന്നത്. ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ടൈപ്പ് ഓഫ് എസ്സേസ് വരുന്നുണ്ട്. ഇപ്പൊ ഗാന്ധിയൻ മൂവ്മെന്റ്, ആന്റി കാസ്റ്റ് മൂവ്മെന്റ്, ക്യൂർ മൂവ്മെന്റ്, കണ്ടംപററി മൂവ്മെന്റ്സ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് എസ്സേസിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസ് ചോദിക്കുന്ന സമയത്ത് അതിനകത്ത് ഇപ്പൊ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. 20 മാർക്കിനാണ് അത് വരുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ സെക്സ്, ജെൻഡർ, കോർ ഐഡിയാസ് ചോദിക്കുന്നുണ്ട്, സോഷ്യലൈസേഷൻ, എംബോഡിമെന്റ് ഡിവിഷൻസ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ 1-2 എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് അതിന് സ്ട്രക്ചർ ചെയ്ത് സബ് പോയിന്റ് കൊടുത്ത് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ ഒക്കെ കൊടുത്ത് എഴുതേണ്ടതാണ്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇതുപോലുള്ള ഡെഫിനിഷൻ ടൈപ്പ് ഓഫ് എസ്സേസ് ആണ് വരുന്നത്. തിയറട്ടിക്കൽ ആൻഡ് ഫ്രെയിംവർക്ക് ടൈപ്പ് ഓഫ് എസ്സേസ് വരുമ്പോൾ 20 മാർക്കിനാണ് അത് വരുന്നത്. 400 വേർഡ്സിനുള്ളിൽ വേണം അത് എഴുതാനായിട്ടുള്ളത്. ഇവാലുവേറ്റ് ദ തിങ്കേഴ്സ് ആൻഡ് ഫ്രെയിംവർക്സ് ഓഫ് ഹസിൽസ് ആൻഡ് സറ്റേഴ്സ്, എംബോഡിമെന്റ്, അതേപോലെ തന്നെ പ്രോ സ്ട്രക്ചറൽ ഇന്റർസെക്ഷനാലിറ്റി, ഹെജ്മോണിക് മസ്കുലിനിറ്റി, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ 2 to 3 എലമെന്റ്സ് ഓഫ് ആൻഡ് ഫ്രെയിംവർക്സുകളും അതിന്റെ ആപ്ലിക്കേഷൻസും അതിന്റെ ക്രിറ്റിക്സുകളും കമ്പാരിസേഷൻസും എഴുതാവുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ അപ്ലൈഡ് പോളിസി ലീഗൽ എസ്സേസ് ആണ്. അതായത് 20 മാർക്കിനാണ് അതും വരുന്നത്. 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കണ്ടസ്റ്റ് ആൻഡ് പോളിസി ആൻഡ് ലീഗൽ സ്കാൽഫോൾഡിംഗ്, അതേപോലെ തന്നെ ഹിന്ദു സക്സഷൻ ആക്ട്, മുസ്ലിം വുമൻസ് പ്രോപ്പർട്ടി റൈറ്റ്സ്, വർക്ക് പാർട്ടിസിപ്പേഷൻ, ഗ്ലോബലൈസേഷൻ, സെക്ഷൽ വയലൻസ് മെഷേഴ്സ്, ബ്രീഫ് ഡേറ്റാസ് ആൻഡ് എക്സാമ്പിൾസ്, അതിനെ ഡിഫൈൻ ചെയ്യാനും അതിന്റെ ഇംപ്ലിക്കേഷൻസും ലിമിറ്റേഷൻസും ഒക്കെ ചോദിക്കുന്നുണ്ട്. 1 to 2 ഇതിനകത്ത് പോളിസി സജഷൻസ് എഴുതാവുന്നതാണ്. ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ടൈപ്പ് ഓഫ് എസ്സേസ് എന്ന് പറയുന്നത് സിമിലർ ആണ്. 20 മാർക്സിന് 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. അതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നറേഷൻസും കൊളോണിയൽ, ആന്റി കൊളോണിയൽ കാസ്റ്റ് മൂവ്മെന്റ്സ്, കണ്ടംപററി വുമൺ ആൻഡ് ക്യൂർ മൂവ്മെന്റ്സുകൾ ഔട്ട്ലൈൻ ചെയ്ത ക്രോണോളജി, അതിന്റെ ആക്ടേഴ്സ്, അതിന്റെ ടാക്ടിക്സ്, എഫക്ട്സ്, അത് എങ്ങനെയാണ് ജെൻഡർ പവർ ആയിട്ട് കണക്ട് ചെയ്ത് ആ ഒരു കമ്പാരിറ്റീവ് ഇൻസൈറ്റ് കൊടുത്തിട്ട് വേണം അത് എഴുതാനായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ റിഫോമിസ്റ്റ് വേഴ്സസ് റവല്യൂഷണറി റൂട്ട്സ്, അതൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം.
കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്ത മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ യൂണിറ്റ് 1ൽ നിന്ന് ഒരു മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓവറോൾ വരുന്നതെന്ന് പറഞ്ഞാൽ 24% ഷെയർ വരുന്നുണ്ട്. യൂണിറ്റ് 2 16, യൂണിറ്റ് 3 എന്ന് പറയുന്ന 12 വരുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 4 എന്ന് പറയുന്ന 16% വരുന്നുണ്ട്. യൂണിറ്റ് 5 28%, യൂണിറ്റ് 6 8%, യൂണിറ്റ് 7 12%, യൂണിറ്റ് 8 4%, യൂണിറ്റ് 9 20%, യൂണിറ്റ് 10 16%, യൂണിറ്റ് 12 4%. സോ ആവറേജ് ഇതെടുത്ത് നോക്കുമ്പോൾ 28%ഓളം മാർക്സ് എന്ന് പറയുന്ന യൂണിറ്റ് 5ൽ നിന്നാണ് വരുന്നത്. യൂണിറ്റ് 1 എന്ന് പറയുന്ന 24 മാർക്സ് യൂണിറ്റ് 1ൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 4 ആൻഡ് 2 എടുക്കുമ്പോൾ 16%ഓളം ഷെയർ അതിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. സോ ട്രെൻഡ് ബൈസ് വിഷ്വലൈസേഷൻസ് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്ന വെച്ചാൽ കോൺസെപ്ച്വൽ ഡെഫിനേഷൻ, തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്, അപ്ഡേറ്റ് പോളിസി, ലീഗൽ, ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്സ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടും എക്സാമിന് വരുന്നുണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തെന്ന് പറഞ്ഞാൽ പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ്. പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുമ്പോൾ അപ്ലൈഡ് ലീഗൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 62%ഓളം ഇൻക്രീസ് വന്നിട്ടുണ്ട്. നേരത്തെ 25-50 ഷെയറിൽ നിന്നിട്ടുണ്ടായിരുന്നത് 62%ഓളം ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്സിനും ഇപ്പൊ ഒരു 25%ഓളം 2024 വന്നിട്ടുണ്ട്. കോൺസെപ്റ്റുവൽ ഡെഫിനേഷൻ ടൈപ്പ് ഒരു 25%ഓളം ഇൻക്രീസ് വന്നിട്ടുണ്ട്. സോ ഇതിന്റെ പ്രിപ്പറേഷൻ ട്രിപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അപ്ലൈഡ് ലീഗൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് 43%ഓളം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുക. തിയററ്റിക്കലിന് 29, അതേപോലെ തന്നെ കോൺസെപ്റ്റുവലിന് ഒരു 14%, ഹിസ്റ്റോറിക്കലിന് ഒരു 14%. അതായത് ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു 180 മിനിറ്റ് എന്ന് പറയുന്ന ഈ ടൈം എന്ന് പറയുന്നത് അപ്ലൈഡിന് എടുക്കുമ്പോൾ ഒരു 77% അപ്ലൈഡ് ക്വസ്റ്റൻസിന് എടുക്കുക, തിയററ്റിക്കലിന് ഒരു 51 മിനിറ്റ് എടുക്കുക, 26 മിനിറ്റ്സ് കോൺസെപ്റ്റുവലിന് എടുക്കുക, 26 മിനിറ്റ്സ് ഹിസ്റ്റോറിക്കലിന് എടുക്കുക, ഒരു 34-36% എന്ന് പറയുന്നത് പെർ ആൻസറിന് നമ്മൾ എയിം ചെയ്യാനും, അതേപോലെ തന്നെ 10 to 12 മിനിറ്റ് എന്ന് പറയുന്നത് റീഡ് ചെയ്യാനും അതിന് ഔട്ട്ലൈൻ ചെയ്യാനും ഒക്കെ എടുക്കുക. എഴുതുന്ന ക്വസ്റ്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. സോ റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനലൈസ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുമ്പോൾ റെക്കറിംഗ് ആയിട്ട് ഒരു 10 ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് ഈ 10 ടോപ്പിക്കിന്റെ ക്വസ്റ്റൻസ് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ജെൻഡർ സോഷ്യലൈസേഷൻ, സെക്സ് വേഴ്സസ് ജെൻഡർ ആൻഡ് ഹൈറാർക്കി ആണ്. 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് മസ്കുലിനിറ്റി, ഫീച്ചേഴ്സ്, ഹെജ്മോണി, വയലൻസ് ആൻഡ് ഹോമോഫോബിയ 5 തവണ ചോദിച്ചിട്ടുണ്ട്. ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്, എംപവർമെന്റ്, ഇന്ത്യ ആൻഡ് ഗ്ലോബൽ ഔട്ട്ലുക്സ് ചോദിച്ചിട്ടുണ്ട്. 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ജെൻഡർ വർക്ക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ 4 തവണ ചോദിച്ചിട്ടുണ്ട്. സെക്ഷൽ വയലൻസ്, മീനിങ്, ഫാക്ടേഴ്സ്, ഫോംസ് ആൻഡ് എഫക്ട്സ് 4 തവണ വന്നിട്ടുണ്ട്. വുമൺ മൂവ്മെന്റ്സ് ഇൻ ദ കൊളോണിയൽ ഇന്ത്യ, ഗാന്ധിയൻ ആൻഡ് ആന്റി-കാസ്റ്റ് റിഫോംസ് 4 തവണ വന്നിട്ടുണ്ട്. ഫാമിലി ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫെമിനിസ്റ്റ് പെർസ്പെക്ടീവ് ആൻഡ് ഫോംസ് 3 തവണ വന്നിട്ടുണ്ട്. ക്യൂർ മൂവ്മെന്റ്, ഡൈവേഴ്സിറ്റി ആൻഡ് സെക്ഷൽ ഐഡന്റിറ്റീസ് 3 തവണ വന്നിട്ടുണ്ട്. സബോർഡിനേഷൻ ആൻഡ് ഫോംസ് ഓഫ് റെസിസ്റ്റൻസ് 3 തവണ വന്നിട്ടുണ്ട്. വുമൺ ഹെറിറ്റേജ് പ്രോപ്പർട്ടി റൈറ്റ്സ്, ഹിന്ദു സക്സഷൻ ആയിട്ടും അതേപോലെ തന്നെ മുസ്ലിം ലോയും അതേപോലെ തന്നെ അത് 3 തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിന്റെ ഫ്രീക്വൻസി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പൊ ജെൻഡർ, സെക്സ് വേഴ്സസ് ഹൈറാർക്കി ഒരു 20% അത് വരുന്നുണ്ട്. മസ്കുലിനിറ്റി, ഫീച്ചേഴ്സ്, ഹെജ്മോണി, വയലൻസ് ആൻഡ് ഹോമോഫോബിയ അതൊരു 5 തവണ വന്നിട്ടുള്ള ഒരു അപ്പിയറൻസ് വന്നിട്ടുള്ളത് 14% അതിനോട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ജെൻഡർ ഡെവലപ്മെന്റ് എംപവർമെന്റ് 14% അത് തന്നെ വരുന്നുണ്ട്. അതേപോലെ സെയിം പെർസെന്റേജിൽ വരുന്നതാണ് ഇപ്പൊ ജെൻഡർ വർക്ക് പാർട്ടിസിപ്പേഷൻ, ഗ്ലോബലൈസേഷൻ, സെക്ഷൽ വയലൻസ്, മീനിങ്, ഫാക്ടേഴ്സ് ആൻഡ് ഫോംസ്, അതേപോലെ തന്നെ വുമൺ മൂവ്മെന്റ്സ് ഇൻ കൊളോണിയൽ ഇന്ത്യ. അതേപോലെ തന്നെ 8.6% ആവറേജ് മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റൻസ് ആണ് ഫാമിലി, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫെമിനിസ്റ്റ് പെർസ്പെക്ടീവ്, ക്യൂർ മൂവ്മെന്റ് ആൻഡ് സെക്ഷൽ ഐഡന്റിറ്റീസ്, സബോർഡിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ്. സോ എന്റെ ആവറേജ് മാർക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എത്ര ക്വസ്റ്റൻസ് എത്ര മാർക്സിന് വരുന്നുണ്ട് എന്നുള്ളത്. സോ എന്റെ സ്ട്രാറ്റജിക് പാനൽ അഡ്വൈസ് പറയുകയാണ് എങ്കിൽ ഈ പറയുന്ന പോലെ 12 to 13 മിനിറ്റ്സ് നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് എടുക്കുക. നിങ്ങൾ എക്സാമ്പിൾസുകൾ പ്രൊവൈഡ് ചെയ്യുക, ഡെഫിനിഷൻസുകൾ പോയിന്റ് ഔട്ട് ചെയ്യുക, ഇന്ത്യൻ പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓരോന്നും ക്രോസ് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കണം. ഓരോ കോൺസെപ്റ്റ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആൻസർ കുറച്ചുകൂടെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ആൻസർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റ് 1 ജെൻഡർ സോഷ്യലൈസേഷൻ, സെക്സ് ആൻഡ് ജെൻഡർ, ഹൈറാർക്കി ആൻഡ് ബയോളജി ആണ്. ഹൈ പ്രയോറിറ്റി വരുന്ന ഒരു ടോപ്പിക് ആണ്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക് ആണ്. അതായത് യൂണിറ്റ് 2 മസ്കുലിനിറ്റി, ഫീച്ചേഴ്സ്, ഹെജ്മോണി, വയലൻസ് ആൻഡ് ഹോമോഫോബിയ. യൂണിറ്റ് 3 എംബോഡിമെന്റ് തിയറീസ്, ഹർസൽ ആൻഡ് സറ്റയർ ആൻഡ് പ്രാക്ടീസ് ഹൈ റെലവന്റ് വരുന്നതാണ്. ഇതൊക്കെ ഒരു 71%ഓളം വരുന്നതാണ്. ഇനി ഒരു 57.1% വരുന്ന മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിറ്റ് 10 വരുന്ന വുമൺ മൂവ്മെന്റ്സ് ഇൻ കൊളോണിയൽ ഇന്ത്യ ഇൻക്ലൂഡിംഗ് ഗാന്ധിയൻ ആൻഡ് ആന്റി-കാസ്റ്റ് മൂവ്മെന്റ്സ്. യൂണിറ്റ് 4 വരുന്ന ഇന്റർസെക്ഷനാലിറ്റി, കാസ്റ്റ്, ജെൻഡർ, സെക്സ്
ഐഡന്റിറ്റി ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറൽ ടോപ്പിക്. അതേപോലെ തന്നെ യൂണിറ്റ് 6 വരുന്ന ജെൻഡർ, വർക്ക് പാർട്ടിസിപ്പേഷൻ, ഗ്ലോബലൈസേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് വർക്ക്. യൂണിറ്റ് 7 വരുന്ന ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഇന്ത്യ ആൻഡ് ഗ്ലോബൽ ലെവൽ. അതേപോലെ തന്നെ യൂണിറ്റ് 9 വരുന്ന സെക്ഷൽ വയലൻസ്, മീനിങ്, ഫാക്ടേഴ്സ്, ഫോംസ് ആൻഡ് എഫക്ട്സ്, അതും ഒരു 57% വരുന്നതാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 12 വരുന്ന ക്യൂർ മൂവ്മെന്റ്, ഡൈവേഴ്സിറ്റി ഓഫ് സെക്ഷൽ ഐഡന്റിറ്റീസ് 42.9% വരുന്ന മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അടുത്തെന്ന് പറയുന്നത് യൂണിറ്റ് 5 വരുന്ന ഫാമിലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫെമിനിസ്റ്റ് പെർസ്പെക്ടീവ്, ഇതൊക്കെ 42.9% വരുന്ന മീഡിയം റെലവെന്റ് ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വുമൺ ഇൻഹെറിറ്റൻസ് ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ്, ഹിന്ദു സക്സഷൻ ആക്ട് ആൻഡ് മുസ്ലിം ലോ, സബോർഡിനേഷൻ ആൻഡ് ഫോംസ് ഓഫ് റെസിസ്റ്റൻസ്, സെക്ഷൽ വയലൻസ് ഓഫ് ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ഇന്ത്യ, ഇത് 28.6% വരുന്ന ലോ റെലവെന്റ് ടോപ്പിക് ആണ്. അതേപോലെ തന്നെ യൂണിറ്റ് 11 വരുന്ന കണ്ടംപററി വുമൺ മൂവ്മെന്റ്സ് ആൻഡ് ഇഷ്യൂസ് 14.3% വരുന്ന ലോ റെലവെന്റ് ടോപ്പിക്സുകളാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 2 നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, യൂണിറ്റ് 4 നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ യൂണിറ്റ് 9 എടുക്കുകയാണെങ്കിൽ സെക്ഷൽ വയലൻസ് ആൻഡ് ലീഗൽ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ ഫുഡ്സുകൾ നോക്കുമ്പോൾ ഒരു യൂണിറ്റ് 1 നിന്ന് ഒരു 7 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് 7ലും യൂണിറ്റ് 1 ടോപ്പിക്കുകൾ ടച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതായത് സോഷ്യലൈസേഷൻ, സെക്സ്, ജെൻഡർ, ബയോളജി ഇതുപോലുള്ള ടോപ്പിക്കുകൾ. യൂണിറ്റ് 2 എടുക്കുമ്പോൾ അതിനകത്ത് ഹെജ്മോണിക് മസ്കുലിനിറ്റി, വയലൻസ്, ഹോമോഫോബിയ പോലുള്ള ടോപ്പിക്കുകൾ ഒരു 5 തവണയെങ്കിലും വന്നിട്ടുണ്ട്. യൂണിറ്റ് 3 എടുക്കുമ്പോൾ ഹർസൽ, സറ്റയർ, എംപോവർമെന്റ് അതൊരു 5 തവണ വന്നിട്ടുണ്ട്. യൂണിറ്റ് 10 എടുക്കുമ്പോൾ കൊളോണിയൽ ഗാന്ധിയൻ ആന്റി കാസ്റ്റ് മൂവ്മെന്റുകൾ. യൂണിറ്റ് 4 എടുക്കുമ്പോൾ ഒരു 4 തവണയെങ്കിലും ഇന്റർസെക്ഷാലിറ്റി വേരിയൻസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 6 എടുക്കുമ്പോൾ ഒരു 4 തവണയെങ്കിലും വർക്ക് പാർട്ടിസിപ്പേഷൻ, ഗ്ലോബലൈസേഷൻ വന്നിട്ടുണ്ട്. യൂണിറ്റ് 7 വരുമ്പോൾ അതിനകത്ത് ഒരു 4 ടൈംസ് എങ്കിലും ഈ പറയുന്ന പോലെ ഡെവലപ്മെന്റ് ആൻഡ് എംപവർമെന്റ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 9 എടുക്കുമ്പോൾ ഒരു 4 ടൈം എങ്കിലും മീനിങ്, ഫാക്ടേഴ്സ് ആൻഡ് ഫോംസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 12 എടുക്കുമ്പോൾ ഒരു 3 ടൈം എങ്കിലും ഈ പറയുന്ന പോലെ ക്യൂർ ആൻഡ് സെക്ഷൽ ഐഡന്റിറ്റി വന്നിട്ടുണ്ട്. യൂണിറ്റ് 5 എടുക്കുമ്പോൾ ഫാമിലി ഫോംസ് ആൻഡ് ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഒരു 3 തവണയെങ്കിലും അത് വന്നിട്ടുണ്ട്. അടുത്ത യൂണിറ്റ് 5 എടുക്കുമ്പോൾ ഇൻഹെറിറ്റൻസ് ഓഫ് ഹിന്ദു സക്സഷൻ ലോ, അതേപോലെ തന്നെ മുസ്ലിം, അതുപോലെ തന്നെ ഒരു 3 തവണ വന്നിട്ടുണ്ട്. സബോർഡിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അതൊരു 3 തവണ വന്നിട്ടുണ്ട്. സോ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ കൂടുതലും പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക, എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന യൂണിറ്റ്സുകളായിട്ടുള്ള യൂണിറ്റ് 4, 6, 7, 9, 10, 12, 5 ഇതുപോലുള്ള ഫാമിലി ഇൻഹെറിറ്റൻസ് ടോപ്പിക്കുകൾ ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിച്ച് കമ്പയർ കോൺട്രാസ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ലോ ലെവലിൽ വരുന്ന ടോപ്പിക്കുകളിൽ ഒരു 60 വേർഡിൽ ഒരു ഡെഫിനിഷൻസുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ കൊടുത്ത് നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റും. സോ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് മൂവ് ചെയ്യാണ്. പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ടേം എക്സാമിനേഷന്റെ BSOC 107 സോഷ്യോളജി ഓഫ് ജെൻഡറിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻസ് വേണം 400 വേർഡ്സിനുള്ളിൽ എഴുതാനായിട്ടുള്ളത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ 1, concepts. Examine the distinction between the sex and gender and illustrate the two institutional process through which the gender is being produced and maintained in everyday life. 20 mark question ആണ്. Second question, unit 2, masculinities. Analyze the idea of hegemonic masculinity and discuss how the families, nations and sports cultures reproduce the dominant masculine norms. 20 mark question ആണ്. Unit 3, embodiment. Explain how the phenomenological accounts of the body help us to understand the gendered selfhood and social interaction. Illustrate with one Indian or global practice of the embodiment. Unit 4, intersectionality. Question number 4, using the intersectional lens, discuss how the caste, class, gender and co-constitute inequalities in India. Include one contemporary illustration from the policy, work and education. Unit 5, family and labor. Evaluate the feminist perspective on the family as a social institution. Show how the sexual division of labor power structures within the household. 20 mark question ആണ്. Unit 6, gender and work. Discuss the social and cultural construction of the work and access how the globalization has shaped the women's work participation in the Indian context. 20 mark question ആണ്. Unit 9, sexual violence. Identify the key structural drivers of the sexual violence and critically appraise the effectiveness and the limits of the legal measures designed for the prevention. 20 mark question ആണ്. Unit 10, question number 8, women movements and colonial. Compare the agendas and strategies of social reform strands and the national strands within the women's movement in the colonial India, commenting on the legacies. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മെന്റേഴ്സിനടുത്ത് അയച്ചു കൊടുക്കുക. അവർ വാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഫ്രം ദ ലേൺവൈസ് ആൻഡ് ദ ടീം ഫോർ ദ അപ്കമിംഗ് എക്സാം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.